ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് എന്ന വിഷയത്തെ കുറിച്ചാണ്. ആ വിഷയത്തിന്റെ പേര് ഒന്ന് ചേർന്ന് പറയാമോ? ശക്തിപ്പെടുത്തുന്ന കർത്താവ്. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ വിഷയം ഒന്ന് പറയാമോ? ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മെ ഓരോ വ്യക്തിയെയും ഈ കാലഘട്ടത്തിൽ ആര് ശക്തിപ്പെടുത്തുന്നുണ്ട്? കർത്താവ് ശക്തിപ്പെടുത്തുന്നുണ്ട്. ആ വാക്കുന്നവർക്ക് സ്വരമേറ്റി പറഞ്ഞ് ആര് ശക്തിപ്പെടുത്തുന്നുണ്ട്? ശക്തിയോടെ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ആര് ശക്തിപ്പെടുത്തുന്നുണ്ട്? ആ കർത്താവ് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു ദേശത്തെയും ഒരു സമൂഹത്തെയും കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ശക്തിപ്പെടുത്തുന്ന കർത്താവിന് നല്ല മഹത്വം കൊടുത്ത് നല്ലൊരു കരഘോഷ, ശക്തിയോടെ ഒരു കരഘോഷം കൊടുക്കാമോ? ശക്തിയോടെ കരഘോഷം കൊടുക്കാമോ? പുറപ്പാടിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം മോശയെ ദൈവം വിളിക്കുന്നതിന്റെ ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം മോശയെ വിളിക്കുകയാണ്. എന്തിനാണ് പിതാവായ ദൈവം മോശയെ വിളിക്കുക? പിതാവായ ദൈവത്തിന് ചില പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് കരമേതി സ്ഥലമേതി പറഞ്ഞ് ഹല്ലേലൂയ. അഭിനയിക്കുന്ന എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയെ കുറിച്ചും ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയെ കുറിച്ചും പിതാവായ ദൈവത്തിന് ചില പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. കരമേതി സ്ഥലമേതി പറഞ്ഞ് ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തില് പിതാവായ ദൈവം മോശയെ വിളിക്കുമ്പോൾ പ്രത്യേകമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പിതാവായ ദൈവം ആരെ വിളിക്കുന്നത്? സ്വരമേറ്റി പറഞ്ഞ ആരെ വിളിക്കുന്നത്? എന്നായിരുന്നു പിതാവായ ദൈവത്തിന്റെ ആ പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യം? അതെന്താണ് എന്നുള്ളത് പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ എവിടെ നിലവിളിക്കുന്നുവോ ആ നിലവിളി ആ നിമിഷം തന്നെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരും. കരമടിച്ച് കത്താൻ മാത്രം കൊടുത്തേ, നല്ലൊരു കരവർഷ കത്താൻ കൊടുത്തേ. പിതാവായ ദൈവം ഇപ്രകാരം വചനം വഴി നമ്മെ പഠിപ്പിക്കുകയാണ്: ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഞാനും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ദുഃഖകരമായ ഒരു വസ്തുതയാണ് എന്റെ നിലവിളി, എന്റെ സങ്കടം, എന്റെ രോദനം, എന്റെ ബുദ്ധിമുട്ട്, എന്റെ വിഷമം ആരും അറിയുന്നില്ല. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്: നമ്മുടെ കണ്ണുനീര്, നമ്മുടെ രോദനം, നമ്മുടെ വിഷമം, നമ്മുടെ സങ്കടം, നമ്മുടെ അസ്വസ്ഥത ഇത് എവിടെ എത്തിച്ചേരുന്നുണ്ട്? പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഏത് മനുഷ്യൻ എവിടെ ഇരുന്ന് കരഞ്ഞാലും ദൈവം അറിയും. കരമയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഏത് കുടുംബം ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് വേദനിച്ചാലും അത് ദൈവം അറിയും. കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഏത് മനുഷ്യൻ നിരാശപ്പെട്ട് ആരുമില്ല എന്ന് കരുതി ഒറ്റപ്പെട്ടിരിക്കുന്നുവോ അതും ആരറിയാം? ദൈവം അറിയാം. വിശുദ്ധ കരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവായ ദൈവം ഇപ്രകാരം പറയുക. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്: ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. കരമേത്തി സ്വരമേത്തി നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പിതാവായ ദൈവം ഇപ്രകാരം വീണ്ടും അരുളി ചെയ്യുക: ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു.
ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തെയും ഒരു വ്യക്തി ഉപദ്രവിക്കുമ്പോഴും ഏതെങ്കിലും തിന്മ ഉപദ്രവിക്കുമ്പോഴും പൈശാചികമായ ബന്ധനം ആ വ്യക്തിയിലും കുടുംബത്തിലും കടന്നു വരുമ്പോഴും അത് കാണുന്നവനാണ് നമ്മുടെ ദൈവം. കരമുയർത്തിയടിച്ച് കത്താൻ മാത്രം കൊടുത്തേ. നല്ലൊരു കരവർഷ കത്താൻ കൊടുത്തേ. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ ആ രോദനവും ആ കണ്ണുനീരും ആ വേദനയും പിതാവായ ദൈവം അറിഞ്ഞിട്ട് ഈജിപ്തുകാര് അവർ ഉപദ്രവിക്കുന്നതിന്റെ കാഠിന്യവും വേദനയും അറിഞ്ഞിട്ട് പിതാവായ ദൈവം മോശയെ ഇപ്രകാരം വിളിച്ചു പറയുക. 10-ാമത്തെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുക. ആകിയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. മോശയെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞത് ഈ ഉദ്ദേശമാണ്. ഈജിപ്തുകാരുടെ അടുപ്പത്ത് നിന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്ന വലിയൊരു ദൗത്യമാണ് പിതാവായ ദൈവം ആരെ ഫലമേൽപ്പിക്കുക? മോശയെ ഫലമേൽപ്പിക്കുക. കരമേതി സ്വരവേത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം മൂസ എന്ന് പറയുന്ന മനുഷ്യൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകണം, നീ ഫറവോയുമായി സംസാരിക്കണം, അതിനുശേഷം ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. അതിന് പ്രത്യേകമായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ മൂസ എന്ന് പറയുന്ന വ്യക്തിയെ പിതാവായ ദൈവം വിളിക്കുമ്പോൾ കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയമുള്ളവനെ, കർത്താവ് ഈ മനുഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ മൂസ ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഈ വിളിയിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. മൂസയ്ക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പോലും ഭയമാണ്. ഈ പോയി കഴിഞ്ഞാൽ മൂസ പറയുന്നത് ആര് വിശ്വസിക്കാം? ദൈവമാണ് എന്നെ അയച്ചതെന്ന് ഈ ജനം എങ്ങനെ അറിയാം? ഇതെല്ലാം മൂസ ചോദിക്കുമ്പോൾ ദൈവം 2 അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കരമേത്തി സ്വരമേത്തി പറഞ്ഞ് ഹല്ലേലൂയ. മൂസയോട് ദൈവം പറഞ്ഞു, നീ നിന്റെ വടി നിലത്തിടുക. മൂസയുടെ വടി നിലത്തിട്ടപ്പോൾ വചനം പഠിപ്പിക്കുന്നുണ്ട്, അതൊരു പാമ്പായി മാറി. വീണ്ടും ആ പാമ്പായി മാറിയ വടി വീണ്ടും വടിയായിട്ട് മാറുന്നുണ്ട്. ഹല്ലേലൂയ. അതോടൊപ്പം മോശയുടെ ഒരു കൈ കുഷ്ഠരോഗം പോലെ മഞ്ഞു പോലെ വെളുത്തു വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ദൈവം ആ കൈയെ വീണ്ടും സാധാരണ കൈ പോലെയായി സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 2 അത്ഭുതങ്ങളും മൂസയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തിട്ടും മൂസ വീണ്ടും അവിശ്വസിച്ചപ്പോൾ പിതാവായ ദൈവം 3ാമത് മൂസയോട് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ഒരു അടയാളം കാണിക്കും. ഹല്ലേലൂയ. ആ അടയാളത്തെ കുറിച്ച് വചനം പറയുക, നീ നദിയിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് നീ ഭൂമിയിൽ നിലത്ത് ആ ജലം ഒഴിച്ചാൽ ആ ജലം എന്തായി മാറും? രക്തമായിട്ട് മാറും. ഇങ്ങനെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില അത്ഭുതങ്ങളൊക്കെ പിതാവായ ദൈവം കാണിച്ചു കൊടുത്തിട്ട് മൂസയ്ക്ക് സംശയം മാറുന്നില്ല. കരമേത്തി സ്വരവേത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ ദൈവം അനേക സൗഖ്യങ്ങളും അനേക അടയാളങ്ങളും അനേക അത്ഭുതം പ്രവർത്തിച്ചിട്ടും നമുക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ എല്ലാ സംശയങ്ങളും സമർപ്പിച്ച് കരമേത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. മൂസയുടെ സംശയം ഇതായിരുന്നു. മൂസ വീണ്ടും മൂസയുടെ കുറുബുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്കെന്ന് പറഞ്ഞ് എതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? സ്വരമേത്തി പറഞ്ഞ് എതിലേക്ക് നോക്കുകയാണ്? ദൈവം വിളിച്ചിട്ട്, പിതാവായ ദൈവം വിളിച്ചിട്ട് ഈ മനുഷ്യന് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് മൂസ നോക്കുന്നത് പിതാവായ ദൈവത്തിലേക്കല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ ചില കുറവുകളിലേക്ക്. കരമേത്തി സ്വരമേത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും പിതാവായ ദൈവം അനവധിയായ മേഖലയില് അനുഗ്രഹം തരുമ്പോഴും നമ്മെ ദൈവം ഉയർത്തുമ്പോഴും നമ്മെ അനേകരുടെ നോട്ടവും അനേകരുടെ ചിന്തയും വീണ്ടും വീണ്ടും നമ്മുടെ കുറവുകളിലേക്ക്. കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മൂസയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മൂസ പറയുക ഇപ്രകാരമാണ്. പുറപ്പാടിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം വായിക്കുമ്പോൾ മൂസ പിതാവായ ദൈവത്തോട് പറയുകയാണ്. മൂസ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും ഒരു സമയത്തും എന്തായിട്ടില്ല. കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട്
സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ. പിതാവായ ദൈവം സമീപം നിൽക്കുമ്പോഴും മോശയ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും മോശെ ദൈവം നേരിട്ട് വിളിക്കുമ്പോഴും മോശ എന്ന് പറയുന്ന മനുഷ്യന്റെ കുറവിലേക്കാണ് ആര് നോക്കുന്നത്? മോശ നോക്കുക. ദൈവം നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴും ദൈവം നമ്മെ തൊട്ട് വിളിക്കുമ്പോഴും ദൈവം നമ്മെ ഉയർത്തുമ്പോഴും വീണ്ടും കുറവുകളിലേക്ക് നോക്കുന്ന ഒരു മകനും മകളുമാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ഒരു ആ മേഖല വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരമയത്തി സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. തന്റെ കുറവുകളെ കുറിച്ച് വീണ്ടും വീണ്ടും മോശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പിതാവായ ദൈവം മോശയോട് പറയുക, എന്നാൽ മോശ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ ദയ ചെയ്ത് മറ്റാരെങ്കിലും നീ അയക്കണം. എനിക്ക് പോകാൻ പറ്റില്ല ദൈവമേ, എനിക്ക് സംസാര പാഠവുമില്ല, എനിക്കുള്ള കഴിവില്ല, സംഘാടക ശേഷിയില്ല. ഉറുമിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന മൂസ ദൈവത്തോട് പറയുക, നീ എന്നെ അയക്കാതെ വേറെ ആരെയെങ്കിലും ഈജിപ്തിലേക്ക് അയക്കണമേ. ഒന്ന് കരമേത്തി സ്വരമേത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമണി സമയം കർത്താവ് മോശയുടെ ആവശ്യം പരിഗണിക്കുകയല്ല ചെയ്തത്. മോശയോട് ദൈവം എന്താ പറയുക? എന്ന കർത്താവ് മോശയെ മാറ്റി നിർത്താതെ മോശയ്ക്ക് സഹായകനായിട്ട് അഹ്റോൻ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് കൊടുക്കുന്നു. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, നല്ലൊരു കരഘോഷ കർത്താവിന് കൊടുത്തേ. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിലും കർത്താവ് നമ്മെ മാറ്റി നിർത്തുകയല്ല. കുറവുകൾ നികത്താനുള്ള വഴികൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, നല്ലൊരു കരഘോഷ കർത്താവിന് കൊടുത്തേ. ഇനിയാണ് മോശയെ വിളിച്ച പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി നമ്മൾ കാണാൻ പോകുക. കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം എന്ന് പറയാമോ? മനസ്സിലേക്കൊന്ന് പതിയട്ടെ. അധ്യായം എന്ന് പറയാമോ? പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വചനം മനസ്സിനോട് ചേർത്ത് നമ്മൾ വെക്കണം. മനസ്സിനോട് ചേർത്ത് വെക്കണം. കുറവിലേക്ക് മാത്രം നോക്കുന്ന, കുറവുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, കുറവയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുമെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പിതാവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുക. എന്താ ദൈവം പറയുക? പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. മോശയോട് ദൈവം പറഞ്ഞു, നീ എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനും നീ അഹ്റോന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്റെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. കരങ്ങൾ ഉയർത്തി ഒന്ന് കരമേടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാമോ? നല്ലൊരു കരഘോഷം കൊടുക്കാം. പ്രിയമുള്ളവനെ, വലതുകരം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? ഈശോയെ നോക്കാമോ? പുറപ്പാട് 4:15 ഈ സമയം നമ്മളൊന്ന് ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാ. പറയേണ്ട വാക്കുകൾ ചേർത്ത് പറയാം. പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്റെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. ഒന്ന് കരമേറ്റി സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വചനം പഠിപ്പിക്കുക. കുറവുള്ള മോശയെ നോക്കിക്കൊണ്ട് പിതാവായ ദൈവം പറയുക, ഞാൻ നിന്നെ എന്ത് ചെയ്യും? നിന്റെ നാവിനെ ഞാൻ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും. ആ വാക്കൊന്ന് പറഞ്ഞു എന്ത് ചെയ്യും? സ്വരമേറ്റി പറഞ്ഞു എന്ത് ചെയ്യും? കരമേറ്റി സ്വരമേറ്റി പറഞ്ഞു എന്ത് ചെയ്യും? പ്രിയമുള്ള ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. കരമുയർത്തിയടിച്ച് കഥാനം മാത്രം കൊടുത്തേ. നല്ലൊരു കരഘോഷ കഥാനം കൊടുത്തേ. സംസാര പാഠവുമില്ലാത്ത മോശയെ നോക്കി പിതാവായ ദൈവം പറയുക, ഞാൻ നിന്റെ നാവിനെ ശക്തിപ്പെടുത്തി. ഏതെങ്കിലും മേഖല കുറവുള്ള ഒരു മനുഷ്യനാണോ ഞാൻ നിങ്ങളുമെങ്കിൽ ആ കുറവുകൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. കരമടിച്ച് കഥാനം മാത്രം കൊടുത്തേ. നല്ലൊരു കരഘോഷം കഥാനം കൊടുത്തേ.
ശക്തിപ്പെടുത്തും എന്ന് മാത്രമല്ല പിതാവായ ദൈവം പറയുക, നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ നിനക്ക് പഠിപ്പിച്ചു തരും. കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും കുറുബുകളിൽ ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ പിതാവായ ദൈവം. കരമയത്തി സ്വരമയത്തി എന്ന് പറയാമോ ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ മേഖല കുറവുള്ള മനുഷ്യൻ ചെയ്യണം, പിതാവായ ദൈവം ആ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആത്മീയ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. മറ്റു വ്യക്തികളെ അംഗീകരിക്കുന്ന കാര്യത്തിൽ കുറവുള്ള വ്യക്തിയാണോ ആ മേഖല കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുവാൻ, എല്ലാ വ്യക്തികളെ അംഗീകരിക്കാനുള്ള ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി കർത്താവിനെ സമീപിക്കണം. കരമയത്തെ പറഞ്ഞ് ഹല്ലേലൂയ. പഠന മേഖലയില് അനവധി കുറവുള്ള വ്യക്തിയാണോ ആ മേഖലയില് കുറവുകൾ പരിഹരിക്കാനും നമ്മെ ശക്തിപ്പെടുത്താനും ആരാഗ്രഹിക്കുന്നുണ്ട്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തമ്പുരാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരമയത്തെ പറഞ്ഞ് ഹല്ലേലൂയ. ബിസിനസിന്റെ മേഖലയില്, ജോലി മേഖലയില്, തൊഴിൽ മേഖലയില്, സാമ്പത്തിക മേഖലയില് എവിടെയൊക്കെ കുറവുകളുള്ള മനുഷ്യനാണോ ആ കുറവുകൾ നികത്താൻ കഴിവുള്ളവൻ പിതാവായ ദൈവമാണ് ആ മേഖല ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത്. കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റു വ്യക്തികളെ, മാതാപിതാക്കളാകാം, മുതിർന്ന വ്യക്തികളാകാം, ഇവരെയൊന്നും അനുസരിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ് നമ്മൾ. അനുസരിക്കാൻ ആ മേഖലയില് കുറവുള്ള മകനും മകളുമാണ് എങ്കിൽ ആ മേഖല സമർപ്പിക്കുമ്പോൾ പിതാവായ ദൈവം ആ മേഖല നമ്മെ എന്ത് ചെയ്യാം? ശക്തിപ്പെടുത്തും. കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഏതെങ്കിലും തിന്മയുടെ ബന്ധനങ്ങളുമായി അതിന്റെ കുറവുകളുമായി ദൈവത്തെ തള്ളി മുന്നോട്ട് വിടുന്ന ഒരു വ്യക്തിയാണോ ജീവിതത്തിന് ഏതെങ്കിലും കുറവുള്ള തിന്മയുടെ മേഖലയിലേക്ക് ഒരു വിടുതലായിട്ട് ആ മേഖല നമ്മൾ ഉയർത്തി നിർത്താൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം കടന്നു വരും. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ജീവിതത്തില് ഏതൊക്കെ മേഖല കുറവുണ്ടോ ആ മേഖലയൊക്കെ കർത്താവിന് സമർപ്പിക്കണമേ. കർത്താവ് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയും കുടുംബത്തെ എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുത്തുന്നു. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? സ്വരമയത്തിൽ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഇത് ഈ ദിവസം കിട്ടിയ ഒരു അനുഭവ സാക്ഷ്യമാണ്. നമ്മളെ സാക്ഷ്യം പിന്നീട് നമ്മൾ കേൾക്കും. തങ്കസ് എന്ന് പറയാനായ ഒരു വ്യക്തിയാണ്. 25 വർഷമായി ഈ വ്യക്തിക്ക് സാമ്പത്തികമായ മേഖലയില് കുറവുകളുള്ള വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. 25 വർഷമായി ആ വ്യക്തി പറയും. 25 വർഷം എന്ന് പറയുമ്പോൾ കാൽ നൂറ്റാണ്ടായി 10 ലക്ഷം രൂപ സർക്കാരിലേക്ക്, ബാങ്കിലേക്കുമായി കടബാധ്യത ഉണ്ടായിരുന്നു. ഇവിടെ ശനിയാഴ്ച താമ്പോൾ കൺവെൻഷൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ആ മേഖലയിലേക്ക് ദൈവികമായ ശക്തി കടന്നു വരാൻ വേണ്ടി അപേക്ഷിച്ചു. കരമയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഈ സാക്ഷ്യം എനിക്ക് നിങ്ങൾക്ക് നൽകുന്നൊരു മാതൃക. ഏതൊക്കെ മേഖല കുറവുണ്ടോ, കുറവുള്ള മനുഷ്യൻ കുറവിലേക്ക് നോക്കാതെ കുറവുകൾ ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവ ആ കുറവിനെ എന്ത് ചെയ്യും? പരിഹരിച്ച് ആ വ്യക്തിയെ ശക്തിപ്പെടുത്തും. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. നല്ലൊരു കരവടിച്ച് കർത്താവിന് കൊടുത്തേ. അങ്ങനെ ഞാൻ ഇവിടെ താമ്പോരയിൽ ഏകദിന കൺവെൻഷൻ കൂടാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സഹായമായി അച്ഛനെയും കണ്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, 40 ദിവസം സാമ്പത്തിക മേഖലയിലെ കുറവുകൾ ദൈവം പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായ മാധ്യസ്ഥയുടെ 40 ദിവസത്തെ കൊന്തയെല്ലണം. 8 മാസത്തിനുള്ളിൽ 25 വർഷത്തിലധികമായ ഈ സാമ്പത്തിക തകർച്ചയും കടബാധ്യതയും കർത്താവിനെയും എടുത്തു മാറ്റും. കരവയത്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. 8 മാസമാണ് കർത്താവ് ഒരു കാലാവധി പറയുക. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. 4 മാസം കൊണ്ട് 2 കടവും വീട്ടുവാനും 5 ലക്ഷം രൂപ വെട്ടിക്കുറിച്ച് ബാക്കി തീർക്കാനുള്ള കഴിവ് ദൈവം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഒന്ന് കഴിഞ്ഞ മാത്രം കൊടുത്തേ. നല്ലൊരു കരവശത്താൻ കൊടുത്തേ. 25 വർഷമായി സാമ്പത്തിക മേഖലയില് കുറവുള്ള ആ വ്യക്തി ആ കുറവ് ആർക്ക് സമർപ്പിച്ചു? ദൈവത്തിന്. ആ വാക്കെന്ന് പറഞ്ഞ ആർക്ക് സമർപ്പിച്ചു? ആർക്ക് സമർപ്പിച്ചു? ഈ നിൽക്കുന്ന എന്നെ നിങ്ങളുടെ കുറവുകൾ തമ്പുരാന് സമർപ്പിക്കണമേ. മൂസന്റെ കുറവുകൾ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവ കുറവ് നികത്തി കൊടുത്ത് ആ വ്യക്തി എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. ആ വാക്കോർക്ക് പറഞ്ഞ് എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. അതുകൊണ്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുക, ഞാനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. എന്തുമാത്രം
സ്നേഹത്തോടു കൂടിയ പിതാവായ ദൈവം ഈ നിൽക്കുന്ന എന്നെ നിങ്ങൾ നോക്കിക്കൊണ്ട് പറയുക, ഞാനാണ് നിന്റെ ദൈവം. അത് കഴിഞ്ഞ് വചനം പഠിപ്പിക്കുക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും. ആ വാക്കൊന്ന് പറഞ്ഞേ. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എൻ്റെ വിജയകരമായ വലുത് കൈകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും? താങ്ങി നിർത്തും. കരമേത്തി സ്വരമേത്തി പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വചനം പഠിപ്പിക്കുക, പിതാവായ ദൈവം നമ്മെ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. അവിടെ ശക്തിപ്പെടുത്തേണ്ട മേഖലകൾ ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. ആ വാക്കുറക്കെ പറഞ്ഞ് ആർക്ക് സമർപ്പിക്കണം? കർത്താവിന് മാത്രമേ ഒരു മനുഷ്യന്റെ കുറവുകളെ ശക്തിപ്പെടുത്താൻ സാധിക്കൂ. തമ്പുരാൻ ആ കുറവ് സമർപ്പിച്ചാൽ കർത്താവ് ആ കുറവുകളെ ശക്തിപ്പെടുത്തി തരും. കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പിതാവായ ദൈവം പറയുക, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ആ വാക്കെന്ന് പറഞ്ഞ് ആരാണ്? ഒന്നടുത്തിരിക്കുന്ന വ്യക്തിക്ക് ക്ഷയിക്കാൻ കൊടുത്ത വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഒന്ന് കരമേതി സ്വരമേതി പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമതായി പിതാവായ ദൈവം പറയുക, ഞാൻ നിന്നെ താങ്ങി നിർത്തുന്ന ദൈവമാണ്. ആ വാക്കും കൂടി അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ക്ഷയിക്കാൻ കൊടുത്ത മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ താങ്ങി നിർത്തുന്ന ദൈവമാണ്. എന്തുമാത്രം കരുതലാണ്, എന്തുമാത്രം ആശ്വാസമാണ്, എന്തുമാത്രം സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് പറയുക. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുറവുകൾ ദൈവത്തിന് സമർപ്പിക്കാനുള്ള സമയമാണ്. സാധിക്കുന്ന മക്കൾ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ജീവിതത്തിന് ഏത് മേഖലയില് കുറവുകളുണ്ടോ ആ കുറവെല്ലാം ഈ സമയം കർത്താവ് ഏറ്റെടുക്കാൻ പോകുന്ന സമയമാണ്. കർത്താവ് എന്നെ നിങ്ങളെ വിളിക്കുന്ന സമയമാണ്. മൂസ ദൈവം വിളിച്ചത് പ്രത്യേകമായി ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാ. ഇന്ന് ഈ ആലയത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ ഒരു വിളിയാ. നമ്മുടെ ജന്മം കൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, ചില പ്രത്യേകമായ ദൈവികമായ പദ്ധതിയുണ്ട്. ഓ ദൈവമേ, ദൈവികമായ പദ്ധതികൾ എൻ്റെ ജീവിതത്തിലൂടെ നടപ്പിലാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. മൂസ പറഞ്ഞതുപോലെ എൻ്റെ കുറവുകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുക. എൻ്റെ കുറവുകളിലേക്ക് ഓ ദൈവമേ കടന്നു വന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയം കരമുയർത്തിപ്പിടിക്കുമ്പോൾ സാമ്പത്തിക മേഖലയിൽ കുറവുകൾ ഉണ്ടായിരുന്ന ആ കുറവ് കഴിയുന്ന 2000-ഓളം വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയമാണ്. ആരോഗ്യത്തിന്റെ മേഖലയിൽ ശാരീരികമായി കുറവുള്ള 44-ഓളം വ്യക്തികളെ കർത്താവ് തൊടുന്ന സമയമാണ്. അന്ധകാല ശക്തിയുടെ ബന്ധനങ്ങളുള്ള 96 കുടുംബങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അനവധി മേഖലയില് കുറവുകളുള്ള 3600-ഓളം വ്യക്തികളെ ജീവനുള്ള ദൈവം ശക്തിപ്പെടുത്തുന്ന സമയമാണ്. എല്ലാ കുറവുകളെയും കർത്താവിനെ സമർപ്പിക്കുന്ന സമയമാണ്. പഠന മേഖലയില് കുറവുകളുള്ള 242 മക്കളെ കർത്താവ് തൊടുന്ന സമയമാണ്. ഭവനത്തില് കുടുംബത്തില് സമാധാനത്തിന്റെ കുറവുള്ള 900 കുടുംബങ്ങളെ കർത്താവ് തൊടുന്ന സമയമാണ്. ഇരുകാലം ഉയർത്തിപ്പിടിച്ച് ചേർന്ന് വിളിക്കുന്നു യേശുവേ. ശക്തിപ്പെടുത്തണമേന്ന് പ്രാർത്ഥിക്കുക, സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുക, താങ്ങി നിർത്തണമേന്ന് പ്രാർത്ഥിക്കുക, ഉയർത്തണമേന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ മക്കളെ സ്പർശിക്കണമേന്ന് പ്രാർത്ഥിക്കുക. ദൈവം തൊടുന്ന സമയോ, ശക്തിപ്പെടുത്തുന്ന സമയോ, അനേക വൈശ്വാനിക ബന്ധനങ്ങൾ വിട്ടുപോകുന്ന സമയോ,
കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കുരിശിലേക്ക് നോക്കി, ഓ ദൈവമേ, എന്റെ എല്ലാ കുറുബകളെ ഞാൻ സമർപ്പിക്കുകയാണ്. ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ, താങ്ങി നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ, ഓ ദൈവമേ, ഈശോയുടെ അതിദാരുണമാ ഓ ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ കുറവുകളെല്ലാം കർത്താവെ കാഴ്ചവെക്കും ദൈവമേ. സമൂഹത്തിന് മേലും കുടുംബത്തിന് മേലും ദേശത്തിന് മേലും സഭയുടെ മേലും ലോകത്തിന് മേലും കർത്താവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. ഇരിക്കുന്ന വ്യക്തിയുടെ കരങ്ങൾ കോർത്ത് പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ, ദൈവമേ, ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ശക്തിയുടെ ബന്ധനങ്ങൾ തകരട്ടെ. ഓരോ കുറുമ്പുകളിൽ ദൈവമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകം മുഴുവൻ നല്ലൊരു കരോഷം ദൈവത്തിന് കൊടുക്കാം. നല്ലൊരു 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 കരോഷം. ഒന്ന് വലതുകരം മാത്രം ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഇടതുകരം മാത്രം ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഇരുകാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ അനേകം കുറുമ്പുകളെ കർത്താവ് ശക്തിപ്പെടുത്തിയ സമയം വിശ്വസിച്ച് കരമടിച്ച് കർത്താൻ മഹത്വം കൊടുത്തേ. നല്ലൊരു നല്ലൊരു ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴും വചനം പഠിക്കുമ്പോഴും ചില പ്രത്യേക മേഖലകളെ കർത്താവ് ശക്തിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കരവയ്യത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമതായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. മൂസയുടെ നാവിനെ ശക്തിപ്പെടുത്തിയ ദൈവം വചനം വഴി ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദുർബലമായ കരങ്ങളെ പിതാവായ ദൈവം ശക്തിപ്പെടുത്തും. ആ വാക്കെന്ന് പറഞ്ഞ് നമ്മുടെ ദുർബലമായ കരങ്ങളെ ഒരുപക്ഷെ നന്മ ചെയ്യാൻ സാധിക്കാത്ത കരങ്ങളാകാം നമ്മുടെ കരങ്ങൾ. കരമേറ്റി സമർപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് പോലും ഉപകാരം നീട്ടിക്കൊടുക്കാത്ത കരമാകാം നമ്മുടെ കരം. കരമേറ്റി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശരിയായി ആരോഗ്യമോ ഉണർവില്ലാത്ത കരമാകാം നമ്മുടെ കരം. കരമേറ്റി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉചിതമായ സമയത്ത് ഉചിതം പോലെ ദൈവത്തെ ആരാധിക്കുവാൻ കരമുയർത്താൻ സാധിക്കാത്ത കരമാകാം നമ്മുടെ കരം. കരമേറ്റി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിശക്തമായ അലസതയുടെ ബന്ധനമുള്ളൊരു കരമാകാം നമ്മുടെ കരം. സമർപ്പിച്ച് കരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. എന്ന പിതാവായ ദൈവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുകയാണ്. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ആ വാക്കൊന്ന് പറയാമോ? നമ്മുടെ കരങ്ങളിലേക്ക് നോക്കിയെന്ന് പറഞ്ഞേ. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവേ. ആ വചന കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് ചേർന്ന് പറഞ്ഞ് ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവേ. ഹല്ലേലൂയ. നമ്മുടെ ദുർബലമായ കരങ്ങളെ കർത്താവ് ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി മാറും? നമ്മുടെ കാൽമുട്ടുകളെ കർത്താവ് ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായിട്ട് മാറും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പഠിപ്പിക്കുന്ന അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
എന്താ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 6-ാം വചനത്തിന്റെ അഭിഷേകം. ഈ അഭിഷേകം നമുക്ക് കിട്ടാൻ തന്നെ ആഗ്രഹിച്ച്, ഈ സമയം തന്നെ ഈ അഭിഷേകം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച്, ദുർബലമായി നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കാൽമുട്ടുകളെ ഒന്ന് സമർപ്പിച്ച് വെളിപ്പെടാൻ പോകുന്ന ദൈവം ശക്തിപ്പെടുത്താൻ പോകുന്ന ഈ അഭിഷേകത്തെ ഈ വചനത്തിൽ ചേർത്ത് പറയാം. അപ്പോൾ 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 മുടുന്ത മാനിനെ പോലെ കുതിച്ചു ചാട്. മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്ക. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുക. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകുക. ഒന്ന് കരമടിച്ച് കത്താനും മാത്രം കൊടുത്തേ. നല്ലൊരു കരോഷം. പ്രിയമുള്ളവരെ, മുടുന്നുള്ള വ്യക്തിയെ കുറിച്ച് വചനം പറയുക. മാനിനെ പോലെ കുതിച്ചു ചാട്. ദൈവം ബലഹീനമായി ദുർബലമായ കരങ്ങളെയും കാൽമുട്ടുകളെയും തൊട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വരാൻ പോകുന്ന വ്യക്തിയിൽ വരാൻ പോകുന്ന അഭിഷേകം വലിയൊരു ഉണർവിന്റെ വിടുതലിന്റെ അഭിഷേകമാണ്. കരമയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വരണ്ട ഭൂമിയില് ഉറവുകൾ പൊട്ടിപ്പുറപ്പെടുന്ന വചനം പഠിപ്പിക്കുക. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകുക എന്ന് പറയുന്നത് അസാധ്യം. പക്ഷെ ദൈവം ദുർബലമായ നമ്മുടെ കരങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ, ദുർബലമായ നമ്മുടെ കരങ്ങളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. നല്ലൊരു കരഘോഷം കൊടുത്തേ. അതുകൊണ്ട് ദുർബലമായ, നന്മ ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന, അലസതയുള്ള നമ്മുടെ കരങ്ങളിലേക്ക് ദൈവികമായ ഒരു ശക്തി തന്നാൽ, കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 24-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുക. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. നല്ലൊരു കരോഷം തന്നെ കൊടുത്തേ. അതായത് വചനം പഠിപ്പിക്കുക. ദൈവത്തിന്റെ കൈ കൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ഇപ്പൊ ദൈവികമായ ഒരു ശക്തി നമ്മുടെ ദുർബല കരങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരങ്ങളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വസിച്ച് കരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നെഹെമ്യ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. നെഹെമ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. 6-ാം അധ്യായം 9-ാം വചനം പഠിപ്പിക്കുകയാണ്. ജോലി ചെയ്യാനാകാത്ത വിധം. ആ വാക്കൊന്ന് പറഞ്ഞേ. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകുമെന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. അസമയം നെഹെമ്യ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ തന്നെ എന്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രുക്കൾ കരുതും ജോലി ചെയ്യാൻ, അധ്വാനിക്കാൻ, നന്മ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ കരങ്ങൾ തളർന്നു പോകുമെന്ന് പൈശാചികമായ ശക്തികൾ ചിന്തിക്കുമ്പോൾ, എതിരാളികൾ ചിന്തിക്കുമ്പോൾ നെഹെമ്യ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. കരവയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നെഹെമ്യ പ്രാർത്ഥിച്ച ദൈവമേ, ഇപ്പോൾ തന്നെ എന്റെ കരങ്ങളെ നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടുത്തണം. പിതാവായ ദൈവമാണ് ഒരു വ്യക്തിയുടെ കരങ്ങൾക്ക് ശക്തി തരുന്നത്. ആ വാക്കൊന്ന് പറഞ്ഞേ. പിതാവായ ദൈവമാണ് ഒരു വ്യക്തിയുടെ കരങ്ങൾക്ക് ശക്തി തരുന്നത്. പിന്നെ ആ വ്യക്തിയുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുക. ഒന്ന് കരമേതി സ്വരമേതി പറഞ്ഞ് ഹല്ലേലൂയ. പിന്നെ ജോലി ചെയ്യാനുള്ള അലസതയോ, ജോലിയും നടന്നു പോകുന്ന അവസ്ഥയോ, ആ മടുപ്പോ, അങ്ങനെയുള്ള ബന്ധനങ്ങളോ നമ്മുടെ കരങ്ങളിലേക്ക് പ്രവേശിക്കത്തില്ല. കരമടിച്ച് കത്താൻ മാത്രം കൊടുത്തേ. നല്ലൊരു കരോഷം തന്നെ കൊടുത്തേ. ഈ രണ്ടാമതായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ആ തളർച്ചയിൽ നിന്ന് ശക്തിപ്പെടുത്തി ഉയർത്തും. കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. അനേകര് പറയുന്ന കാര്യമാണ്, അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ല, ക്ഷീണമാണ്. പഠിക്കാൻ സാധിക്കുന്നില്ല, ക്ഷീണമാ. ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ക്ഷീണമാ. എന്തിന്? ഒരു കാര്യം പോലും, നന്മ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല, ക്ഷീണമാ. നമ്മുടെ എല്ലാ അമിതമായ ശാരീരിക തളർച്ചകളും ക്ഷീണത്തെ സമർപ്പിച്ച് കരമയത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഇനി ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഉണർവ് നഷ്ടപ്പെട്ടു പോയ ഒരു ശരീരമാണെങ്കിൽ കരമയത്തെന്ന് പറയാമോ അല്ലേലൂയാന്ന്? ക്ഷീണിച്ച് തളർന്നുപോയ ഒരു ശരീരമാണെങ്കിൽ കരമയത്തെന്ന് പറഞ്ഞേ അല്ലേലൂയാന്ന്? ജെർമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാമത്തെ വചനം പഠിപ്പിക്കുക. ക്ഷീണിതരെ ഞാൻ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും. പിതാവായ ദൈവം അരുളിച്ചെയ്യാണ്, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തുക, ദുഃഖിതരെ ഞാൻ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കുക. ഈ വചനം വലതുകരം ഉയർത്തി ഒന്ന് പിടിക്കാമോ? നമ്മുടെ എല്ലാ തടസ്സ ക്ഷീണങ്ങളെ സമർപ്പിച്ചുകൊണ്ട് യെരമ്യാ 31:25 വചനം ചേർന്ന് പറയുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തുക, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കുക. ഒരു കാര്യം അടിച്ച് കത്താനും മാത്രം കൊടുത്തേ. നല്ലൊരു കരോത്സവത്താനം കൊടുത്തേ. താമ്പോര് ധ്യാന ശുശ്രൂഷകളില് അവസ്ഥ നിലയില് ശാരീരികമായ ക്ഷീണം, മാനസികമായ ക്ഷീണം, ഉണർവില്ലാതെ വരുന്ന അനേക ദൈവമക്കൾ ധ്യാനത്തിന്റെ ആരംഭ ദിവസം തന്നെ ദൈവമക്കളെ ശക്തിപ്പെടുത്തുന്ന രംഗങ്ങൾ കാണാറുണ്ട്. കൈയടിച്ച് കഥാനം മാത്രം കൊടുത്തേ. നല്ലൊരു കരോത്സവത്താനം കൊടുത്തേ. അതുകൊണ്ട് ക്ഷീണിതനായ ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നവൻ പിതാവായ ദൈവമാ. അങ്ങനെ ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാതെ, ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ, ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ ക്ഷീണിതനായ ഒരവസ്ഥയാണോ? അതൊരു പൈശാചിക ബന്ധനമാണ്. ആ ബന്ധനം കടന്നു വരുമ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പേരെന്ന് പറഞ്ഞേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാമത്തെ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മൂന്നാമതായ ദൈവം പ്രത്യേകമായി നമ്മെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ ബലഹീനതകളെ കർത്താവ് നീയം ശക്തിപ്പെടുത്തും. കരം പിടിച്ച് കഥാനം മാത്രം കൊടുത്തേ. നല്ലൊരു കരോഷം കേട്ടോ. ഈ കാര്യം അടിക്കാൻ പോലും ഒരു ബലഹീനതയുണ്ട്. നല്ലൊരു കരോഷ കഥാനം കൊടുത്തേ. അതായത് അനേക മേഖലയില് ബലഹീനതകളുള്ള വ്യക്തിയാണെങ്കിൽ കരമയത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാന്ന്. അനേക മേഖലകളില് കുറവുകളുള്ള വ്യക്തിയാണെങ്കിൽ കരമയത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാന്ന്. നമ്മുടെ ഓരോ വ്യക്തിയുടെ ബലഹീനതകളിലും കുറവുകളിലും ആ വ്യക്തിയെ ശക്തിപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ദൈവത്തിന്. ആ വാക്കവർക്ക് പറഞ്ഞ ആർക്ക്? സ്വരമയത്തി പറഞ്ഞ ആർക്ക്? ഇത് കരമയത്തെ പിടിച്ചു പറഞ്ഞ ആർക്ക്? ഇതെവിടെ വചനം പഠിപ്പിക്കുക? വചനം പഠിപ്പിക്കുന്നത് എസ്കേൽ പ്രവാചകന്റെ പുസ്തകമാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം ഒന്ന് പറയാമോ? 34-ാം അധ്യായം 16-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുക. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? നമ്മുടെ ബലഹീനമായ എല്ലാ മേഖലയും സമർപ്പിച്ച് വചനം ചേർത്ത് പറയുന്നു. അനേക മേഖല വിടുതൽ തരാൻ പോകുന്ന സമയമാണ് ദൈവ. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. എല്ലാ ബലഹീനതകളെയും സമർപ്പിച്ചു കൊടുത്ത് കരമയത്തി പിടിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ. ഒന്ന് വലതുകരം മാത്രം ഉയർത്തി കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ അനേകം ബലഹീനതകളുണ്ട്. അത് ചില തിന്മയാകാം, ചില രോഗത്തിന്റെ ബലഹീനതയാകാം. അനേകം ബലഹീനതകളെ കർത്താവ് തൊട്ട സമയമാണ്. ഒന്ന് കരമയത്തി യേശുവിന് ഒരിക്കൽ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നീ പിതാവായ ദൈവം നാലാമത് നമ്മെ ശക്തിപ്പെടുത്തുന്ന മേഖല. ആ മേഖല കേൾക്കുന്നതിന് മുമ്പ് കരമയത്തി സ്വരമയത്തി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ നമ്മൾ ആർക്ക് സമർപ്പിക്കണം? ആ ദൈവത്തിന് സമർപ്പിക്കണം. അത് മറന്നുപോകരുത്. ആർക്ക് സമർപ്പിക്കണം? നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് ആര്? ഓർക്ക് പറ. ശക്തിയാണ് പറ. ദൈവം. നാലാമത് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന മേഖലയാണ് നമ്മുടെ പ്രവർത്തികളെയും നമ്മുടെ സംസാരത്തെയും കർത്താവ് ശക്തിപ്പെടുത്തും. ആ വാക്കെന്ന് പറഞ്ഞ് നമ്മുടെ ഇല്ല ആദ്യം മുതൽ പറഞ്ഞ് നമ്മുടെ
പ്രവൃത്തികളെയും. ആ വാക്കെന്ന് പറഞ്ഞ് നമ്മുടെ പ്രവൃത്തികളെ വാ തുറക്കുന്നതിന് ഒരു പ്രവൃത്തിയാണ്, പക്ഷെ ശക്തിയില്ല. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ വാക്കുകളെയും കർത്താവിനെയും ഉറക്കം പറയും, കർത്താവിനെയും എവിടെയാ വചനം പഠിപ്പിക്കുക? വചനം പഠിപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 അധ്യായം 17 വചനത്തിൽ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സൽപ്രവൃത്തികളിലും, ആ വാക്കെന്ന് പറയാമോ? എല്ലാ സൽപ്രവൃത്തികളിലും എല്ലാ സദ്വചനങ്ങളിലും ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. കരമേത്തി സ്വരമേത്തി പറഞ്ഞ് ഹല്ലേലൂയാന്ന്. പൗലോസ് അപ്പോസ്തലൻ തിരിച്ചറിയുകയാണ്, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ഒരു മനുഷ്യന്റെ സൽപ്രവൃത്തികളെ ശക്തിപ്പെടുത്താൻ ആർക്കാ സാധിക്കൂ? ദൈവത്തിന് മാത്രം. ആ വാക്കുറക്കെ പറഞ്ഞേ, ആർക്കാണ്? ദൈവത്തിന് മാത്രം. അതോട് ഒരു വ്യക്തിയിൽ നിന്ന് സദ്വചനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ആരും ശക്തിപ്പെടുത്തണം? ദൈവം. കരമേത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, ദൈവമേ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. നമ്മുടെ ഈ ആഗ്രഹത്തെ സമർപ്പിച്ച് കരമേത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. പക്ഷെ കൂടപ്പിറപ്പുകൾക്ക് പോലും, കുടുംബാംഗങ്ങൾക്ക് പോലും, മാതാപിതാക്കൾക്ക് പോലും, ജീവിതപങ്കാളി മക്കൾ സഹോദരങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഒരു സൽപ്രവൃത്തി പോലും ചെയ്യാതിരിക്കുന്ന വ്യക്തിയാണോ? നമ്മുടെ ആ കുറവിന്റെ മേഖലയിലേക്ക് ദൈവത്തെ വിളിച്ചാൽ, ദൈവം കടന്നു വന്നാൽ പിന്നെ ദൈവം നമ്മെ ആരാക്കി മാറ്റിയ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ശക്തിയുള്ള വ്യക്തിയാക്കി നമ്മെ മാറ്റും. കരമടിച്ച് കത്താനം മാത്രം കൊടുത്തേ, നല്ലൊരു കരോഷ കത്താനം കൊടുത്തേ. ഇപ്പൊ നമ്മുടെ സംസാരം അനേകരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും താഴ്ത്തിക്കെടുകയും ചെയ്യുന്ന സംസാരമാണോ? കരമേത്തി സ്വരമേത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാന്ന്. നമ്മുടെ സംസാരത്തെയും നമ്മുടെ നാവിനെയും ആര് ശക്തിപ്പെടുത്തണം? ദൈവം ശക്തിപ്പെടുത്തണം. ആ വാക്കെന്ന് പറഞ്ഞ് ആര് ശക്തിപ്പെടുത്തണം? ദൈവം. ഒരു വ്യക്തിയുടെ സംസാരത്തെ, നാവിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വചനം പഠിപ്പിക്കുകയാണ്, ആ വ്യക്തിയുടെ നാവിൽ നിന്ന് വരുന്നത് സദ്വചനങ്ങൾ മാത്രം. ആ വാക്കെന്ന് പറഞ്ഞ് ഏത് വചനങ്ങളാണ്? സദ്വചനങ്ങൾ മാത്രമാണ് പിന്നെ നാവിൽ നിന്ന് പുറപ്പെടുക. അമർഷത്തിന്റെ വാക്കുകളോ, അസഭ്യത്തിന്റെ വാക്കുകളോ, പരിഹസിക്കുന്ന വാക്കുകളോ, താഴ്ത്തിക്കെട്ടുന്ന വാക്കുകളോ, നിഷേധാത്മകമായ നെഗറ്റീവായ വാക്കുകളോ പിന്നെ ആ വ്യക്തി നാവിൽ നിന്ന് പുറപ്പെടില്ല. ദൈവം നാവിനെ ശക്തിപ്പെടുത്തിയാൽ സദ്വചനങ്ങൾ മാത്രം പറയുന്ന നാവായി ദൈവം നമ്മുടെ നാവിനെ ഉയർത്തും. കരമടിച്ച് കത്താൻ മാത്രം കൊടുത്തേ, നല്ലൊരു കരവശത്താൻ കൊടുത്തേ. അഞ്ചാമതായി ദൈവത്തിനെ പഠിപ്പിക്കുക. ദൈവം ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്ന പ്രത്യേകമായ മറ്റൊരു മേഖലയാണ് നമ്മുടെ ശുശ്രൂഷകളെ കർത്താവ് ശക്തിപ്പെടുത്തും. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, നല്ലൊരു കരവശ കർത്താവിന് കൊടുത്തേ. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 1 അധ്യായം 12 വചനം ഇങ്ങനെ പഠിപ്പിക്കുക. എന്നെ ശക്തിപ്പെടുത്തുന്ന, ആ വാക്കൊന്ന് പറയാമോ? ശക്തിയോട് പറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തുന്ന. പൗലോസ് ഇപ്രകാരം പറയുക, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നന്ദി പറയുന്നു. ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത് കർത്താവായ ദൈവം. കരമേത്തി സ്വരമേത്തി മഹത്വം കൊടുത്തേ ഹല്ലേലൂയാന്ന്. ഇങ്ങനെ എന്നെ നിങ്ങളുടെ ജീവിതത്തില് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഓരോ മേഖലയെ ഓർത്ത് പൗലോസ് നന്ദി പറയുന്നത് പോലെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ ദൈവത്തിന് നന്ദി പറയണം. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ ശക്തിപ്പെടുത്തിയ അനേക മേഖലകളുണ്ട്, അനേക വഴികളുണ്ട്. പൗലോസ് നന്ദി പറഞ്ഞതുപോലെ നന്ദി പറഞ്ഞിട്ടില്ല എങ്കിൽ നന്ദിയുടെ ചില വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാകണം. ദൈവമേ, ഇന്ന മേഖലയില് അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒന്ന് കരമുയർത്തി നന്ദി പറഞ്ഞ് ഹല്ലേലൂയാന്ന്. അത് കഴിഞ്ഞ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുക, എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഹല്ലേലൂയ. ദൈവികമായ ഒരു ശുശ്രൂഷയെ ദൈവം തന്നെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ദൈവിക ശുശ്രൂഷയായിട്ട് മാറുകയുള്ളൂ. കരമേത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. ദൈവികമായ ശുശ്രൂഷ അനേക മേഖലകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കരമേത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന്
പ്രിയമടവനെ ശക്തിയോടെ കുടുംബ പ്രാർത്ഥന നടത്തുന്നത് ദൈവികമായൊരു ശുശ്രൂഷയാണ്. കരമയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. മറ്റു വ്യക്തികളുടെ മുമ്പിൽ ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ദൈവികമായ ശുശ്രൂഷയാണ്. കരമയ്യത്തെ പറഞ്ഞേ ഹല്ലേലൂയാന്ന്. ഒന്ന് ശ്രദ്ധിക്കണേ, എനിക്കും നിങ്ങൾക്കും കിട്ടിയ ദൈവികമായ അനവധി അനുഗ്രഹങ്ങൾ, കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തിയ അനേക മേഖലകൾ മറ്റു വ്യക്തികളോട് പങ്കുവെക്കുന്നത് ദൈവികമായ ഒരു ശുശ്രൂഷയാണ്. കരമയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാന്ന്. ഇനിയൊരു മനുഷ്യന്റെ ദൈവികമായ ശുശ്രൂഷകളെ ആര് ശക്തിപ്പെടുത്തണം? ദൈവം ശക്തിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ദൈവം ശക്തിപ്പെടുത്തിയ നമ്മുടെ അനേക മേഖലകളുണ്ട്. അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നൊരു വ്യക്തിയായിട്ട് മാറണം. ഈശോ എഴുന്നള്ളി വരുന്ന സമയം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളെയും എല്ലാ കുറുബുകളെയും സമർപ്പിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ഈശോ വരുന്ന സമയമാണ്. ചേർന്ന് പിടിക്കുന്നു. യേശുവേ എന്ന് സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവം കടന്നു വരുന്ന സമയാ. ഓ ദൈവമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും, ബന്ധനങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയും, രോഗങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയും, കുടുംബങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയും, തടസ്സങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയും, പൈശാചികബന്ധനം വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് വിളിക്കുന്നു യേശുവേ. ശക്തിയോടെ കരമടിച്ച് ദിവസത്തേക്ക് നോക്കി കരം ഉയർത്തിയടിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ചു. കർത്താത്തടിക്ക് ചേർന്ന് പാടി. യേശുവിൻ വചനമിതാ, യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. കരമുയർത്തിയടിച്ച് അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. ചേർന്ന് വിളിക്കുന്നു യേശുവേ. കരമടിച്ച് ശക്തിയോട് കരമടിച്ച് ഇരുവശങ്ങളേക്ക് നനയിക്കൊണ്ട് കരഘോഷത്തോടെ ജീവനുടെ ദൈവം തിരുവസ്ഥിരമായി ഈശോയെ ആരാധിക്കുന്ന സമയം കർത്താവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആത്മീയ മേഖല ബന്ധനങ്ങൾ അനേകം മക്കളിൽ നിന്ന് കർത്താവ് എടുത്ത് മാറ്റുന്ന സമയ കരമുയർത്തിരിച്ച് ശക്തിയോടെ ചേർന്ന് പാടി കരതാട്ടി അടിച്ച്. കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോൾ മാറാരോഗികൾ സുഖപ്പെടട്ടെ. കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോൾ മാറാരോഗികൾ സുഖപ്പെടട്ടെ.
അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗ്ഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗ്ഗം തുറന്നിടട്ടെ. വിളിക്കുന്നു യേശുവേ, 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 വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ശക്തിയോടെ കലമടിച്ച് യേശുവിനെ നോക്കി എല്ലാ തടസ്സ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചു. ദൈവമേ, വിവാഹ തടസ്സം, ജോലി തടസ്സം, സന്താനഭാഗ്യമില്ലാത്ത മേഖലകൾ, കടബാധ്യത, യേശുവേ, കുടുംബ തകർച്ചകൾ സമർപ്പിക്കുകയും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുകയും പരീക്ഷയെ സമർപ്പിക്കുകയും ദൈവമേ, കരമുയർത്തിയടിച്ചുകൊണ്ട് ഉണർവോടെ കരമടിച്ച് ചേർന്ന് പാടും. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. കരമുയർത്തിയടിച്ച് അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. വിടുതൽ 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 യേശുവിൻ വിടുതൽ സ്വർഗ്ഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗ്ഗം തുറന്നിടട്ടെ. ചേർന്ന് വിളിക്കുന്ന യേശുവേ, 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 യേശുവേ. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ ശിരസ്സ് വെക്കുകയും കരങ്ങൾ ശിരസ്സ് വെച്ച് കണ്ണുകൾ തുറന്ന് തിരുവോസ്വരൂപനായ യേശുവിനെ നോക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ സമയം എഴുന്നള്ളി വരുന്ന ഈശോയ്ക്ക് നന്ദി പറയുക. തിന്മയുടെ ബന്ധനങ്ങൾ, ആത്മീയ വിടുതൽ കിട്ടേണ്ട മേഖല, ഇതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും കർത്താവ് തൊടുന്ന സമയമാണ്. ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം ഈ സമയ കൂട്ടായ്മയിൽ 800 വ്യക്തികൾക്ക് നൽകി പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയമാണ്. ഭയത്തിന്റെ ബന്ധനമുള്ള 420 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. ശക്തമായ തിന്മയുടെ ബന്ധനമുള്ള 77 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. നീ ഒരിക്കലും അധിപിക്കില്ല ദൈവമേ. ഈ തീരുമാനമെടുക്കേണ്ട അഭിഷേകം 52 മക്കൾക്ക് നൽകി കർത്താവ് സ്പർശിക്കുന്നു. ഒളിച്ചോടിയാല് പുറപ്പെട്ടു പോയ ഇനി ചെന്നൈയുടെ 13 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. ആനമകതയുടെ പ്രവണതയുള്ള 7 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. ദൈവമേ, ദൈവമേ, പിതാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാമതേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൈശാചികമായ ബന്ധനങ്ങളെയോ അരൂപികളെയോ പരിശുദ്ധാമതേ ബന്ധിക്കുന്നു. ദൈവമേ, അധ്വാനത്തിന്റെ രഗിനിയുടെ അശുദ്ധിയുടെ ഒറ്റായ്മത്തിന്റെ വിളിച്ചോട്ടത്തിന്റെ ആത്മഹത്യയുടെ വെറുപ്പിന്റെ പ്രതികാരത്തിന്റെ അലസതയുടെ അഹങ്കാരത്തിന്റെ അവിശ്വാസത്തിന്റെ കെട്ടുകളെയോ അരൂപികളെയോ വിശുദ്ധാമത്തെ ബന്ധിക്കുന്നു. മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ ശക്തികളെയോ വിശുദ്ധാമത്തെ
ബന്ധിക്കുന്നു. ദൈവമേ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത തടസ്സബന്ധനങ്ങളെ ദൈവമേ, കുടുംബ പ്രാർത്ഥനയിൽ, ജപവാനയിൽ, വചനവായനയിൽ ദൈവമേ, ബലിയർപ്പണമില്ല, നിസ്സാരമില്ല, നോമ്പില്ല, ഉപവാസമില്ല, ഒരു നേരമില്ല ദൈവമേ, ആത്മീയ മേഖലയിൽ ബന്ധനങ്ങളെയോ കെട്ടുകളെയോ ശക്തികളെയോ ഈ നിമിഷം സുനാമസതയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, നമസ്കരിക്കുന്നു, വിട്ടുപോകണ്ടേ നാമത്തെ കൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ച് ചേർന്ന് മാറി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ രക്തത്താൽ തിരുക്കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ നമ്മുടെ ശിരസ്സ് വയ്ക്കുകയും കുടുംബത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനയാണ്. തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ അനുഗ്രഹ പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ ഉയർത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ കൃഷി, ബിസിനസ്, ജോലി, ഉദ്യോഗം, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ ഇതെല്ലാം അനുഗ്രഹമായി മാറാൻ, കടമാന്ത് വിട്ടുപോകാൻ വേണ്ടി, ജപ്തി വഴിമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിന് അസ്വസ്ഥതകൾ സമർപ്പിക്കുകയും തടസ്സങ്ങൾ ഏതെങ്കിലും വിഭാഗം, സന്താന ഭാഗ്യം, ജോലി തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ സമയം തന്നെ കർത്താവ് അനേകം വ്യക്തികളെ തൊടുന്ന സമയമാണ്. ശക്തമായ തടസ്സങ്ങളായി താമ്പൂരിലേക്ക് കടന്നു വന്ന 2800 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്ന സമയം. സാമ്പത്തികമായി തകർന്നു കഴിയുന്ന 800ഓളം വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവ് ഉയർത്തുന്ന സമയം. കടബാധ്യത മൂലം ഭാരപ്പെട്ട് ഒളിച്ചോടിയാലോ എന്ന ചിന്തയുള്ള 17 വ്യക്തികളെ കർത്താവ് തൊടുന്നു. ഈ കർമ്മർഷം കഴിഞ്ഞ് 7 മാസത്തിനുള്ളിൽ സാമ്പത്തിക മേഖല വിടുതലുണ്ടാകുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്ന സമയം. സന്താന ഭാഗ്യമില്ലാത്ത 3 കുടുംബങ്ങളെ കൂടി കർത്താവ് സ്പർശിക്കുന്നു. വിവാഹ തടസ്സമുള്ള 47 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. ജോലി മേഖല തടസ്സമുള്ള, ജോലി സ്ഥിരപ്പെടാത്ത, വിദേശ ജോലി യാത്ര തടസ്സമുള്ള 122 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. വിസ തടസ്സമുള്ള 26 വ്യക്തികളെ കർത്താവ് തൊടുന്നു. 46 ദിവസത്തോടെ വിസ വരുന്ന പ്രത്യേകമായ അനുഗ്രഹം 3 വ്യക്തികൾക്ക് നൽകി കർത്താവ് സ്പർശിക്കുന്നു. ദൈവമേ, ദൈവമേ, പിതാവേ, വിശുദ്ധാത്മാവേ, വിശുദ്ധാവതേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബ പ്രശ്നങ്ങളെ വിശുദ്ധാമതേ ബന്ധിക്കുന്നു. ദൈവമേ, വിവാഹത്തിന്റെ, സന്താന ഭാഗ്യത്തിന്റെ, ജോലി മേഖലയുടെ, ജോലി സ്ഥിരതയുടെ, വിദേശ ജോലിയുടെ, വിദേശ യാത്രയുടെ, വസ്തു വിൽപ്പനയുടെ, വസ്തു വാങ്ങലിന്റെ, ഭവനമില്ലായ്മയുടെ, ഭവന നിർമ്മാണത്തിന്റെ, ഭവന വിൽപ്പനയുടെ ദൈവമേ, തടസ്സബന്ധനങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവ മടങ്ങി വരുവാൻ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടുകെട്ടുവാൻ, കൊടുത്ത വസ്തുവകൾ തിരികെ കിട്ടുവാനുള്ള തടസ്സബന്ധനങ്ങളെ ദൈവമേ, കുടിവെള്ളത്തിന്റെ, വഴിയുടെ, വിസയുടെ തടസ്സബന്ധനങ്ങളെ ദൈവമേ, കാർഷിക മേഖലയുടെ, തൊഴിൽ മേഖലയുടെ, ബിസിനസ് മേഖലയുടെ, ജോലി മേഖലയുടെ, ഉദ്യോഗ മേഖലയുടെ തകർച്ചകളെയോ ബന്ധനങ്ങളെയോ ദൈവമേ, വളർത്തുമൃഗങ്ങൾ, വാഹനങ്ങൾ അനുഗ്രഹമായി മാറാത്ത വ്യക്തികളെയോ കുടുംബങ്ങളെയോ ഈ നിമിഷം നാമസതയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, സംഭവിക്കണ്ടേ നാമത്തെ കൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു.
കുരിശിൻ ചുവട്ടിൽ യേശുനാമത്തെ പാപവും രോഗവും മാറട്ടെ, ബന്ധനവും കെട്ടുകളും അഴിയട്ടെ. ചേർന്ന് വിളിക്കുന്നു യേശുവേ. യേശുവേ, 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 യേശുവേ. യേശുവേ നന്ദി. ഈ സമയം ദൈവന്റെ പ്രദർശനം ആരംഭിക്കുന്ന സമയമാണ്. നന്നായിട്ട് കരങ്ങളടിച്ചുകൊണ്ട് യേശുവെ നമുക്ക് വരവേൽക്കാം. ശക്തിയോടെ കരപിടിക്കാമോ? ശക്തിയോടെ കരപിടിക്കാമോ? ഇരുകരം ഉയർത്തിയടിച്ചു. രാജാതിരാജനായ യേശു എഴുന്നള്ളുന്ന സമയം നന്ദിയോടെ കരമുയർത്തി വിളിക്കുന്നു യേശുവേ. കരമടിച്ചു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ, നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിളിക്കുന്നു യേശുവേ. മകളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമടിച്ചു, ശക്തിയോടെ കരമടിച്ചു. രാജാതിരാജ യേശുവേ കരഘോഷത്തോടെ ആരാധിക്കുന്ന സമയം ഇരുകരം ഉയർത്തിയടിച്ചു. വലിയ സന്തോഷത്തോടെ കരം ഉയർത്തിയടിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ചു. കരം ഉയർത്തി വീശിക്കൊണ്ട് വരുന്ന സമയം ചേർന്ന് വിളിക്കുന്നു യേശുവേ. കരമടിച്ചു ഉരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകും. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. വിളിക്കുന്നു യേശുവേ.